നീണ്ട 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മീര ഒന്ന് മനസ്സ് തുറന്ന് ശ്വാസം വിട്ടത്. വീടിൻ്റെ അകത്തെ ചാരുകസേലയിൽ കിടക്കുന്ന ജാനകിയമ്മയുടെ കാലുകൾ തൊനന്തരം കുഴമ്പ് തേച്ചു പിടിക്കുകയായിരുന്നു അവളപ്പോൾ. പുറത്ത് സന്ധ്യ മയങ്ങുന്നു. ഇടയ്ക്കിടെ വീശുന്ന കാറ്റിൽ മുറ്റത്തെ തെങ്ങോലകൾ പരസ്പരം ഉരസുന്ന ശബ്ദം മാത്രം. ഇത്തിരി കൂടി അമർത്തി തിരുമ്മിക്കോ മോളെ, ഈ മുട്ടുവേദന തുടങ്ങിയിട്ട് ഇപ്പോൾ കാലം കുറേയായേ, ജാനകിയമ്മ കണ്ണടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ജാനകിയമ്മയുടെ ഫോൺ ശബ്ദിച്ചത്. ടീപ്പോയിലിരുന്ന് നിർത്താതെ ചിലക്കുന്ന ഫോണിലേക്ക് മീര കൈകൾ നീട്ടി. അമ്മേ, ഏതോ ഒരു പുതിയ നമ്പറാണല്ലോ. ഫോൺ ജാനകിയമ്മക്ക് നേരെ നീട്ടിക്കൊണ്ട് മീര പറഞ്ഞു. ജാനകിയമ്മ ഫോൺ വാങ്ങി കാതോട് ചേർത്തു. ഹലോ ഹലോ, ഇത് ജാനകിയമ്മയുടെ നമ്പറല്ലേ? മറുപുറത്ത് അല്പം തിരക്കുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന പോലെ ഒരു സ്ത്രീ ശബ്ദം. അതെ, ഞാൻ ജാനകിതമ്മ തന്നെയാണ്. ആരാണ് ഈ വിളിക്കുന്നത്? ജാനകിയമ്മയുടെ ഉള്ളിൽ എവിടെയോ ഒരു ആദി നുരഞ്ഞു പൊങ്ങി. അമ്മേ, ഞങ്ങൾ ജീവാംശം ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടുത്തെ റിസപ്ഷനിസ്റ്റാണ്. ജാനകിയമ്മയുടെ നെറ്റിച്ചുളഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നോ? എന്തിനാ മോളെ ഈ നമ്പറിലേക്ക് വിളിച്ചത്? അമ്മേ, ഇവിടെ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നിട്ടുണ്ട്. ഒരാണും പെണ്ണും. അവരുടെ ബാഗിൽ നിന്ന് കിട്ടിയ ഫോണിൽ നിന്നാണ് ഞങ്ങൾ ഈ നമ്പർ എടുത്ത് വിളിക്കുന്നത്. അതിൽ മീര എന്നാണ് ഈ നമ്പർ സേവ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ വാചകം കേട്ടതും മീരയുടെ കൈകൾ ജാനകിയമ്മയുടെ കാലുകൾ ചലിക്കാതെ നിന്നു. അവൾ ശ്വാസമെടുക്കി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ജാനകിയമ്മയുടെ മുഖം വിളറി വെളുക്കാൻ തുടങ്ങി. എന്തു പറ്റിയവർക്ക്? ആരാണവർ? ജാനകിയമ്മയുടെ ശബ്ദം വിറച്ചു. മറുപുറത്ത് ഒരു നിമിഷത്തെ മൗനം. അത് ഭയാനകരമായൊരു മൗനമായിരുന്നു. അമ്മേ, കൂടെയുണ്ടായിരുന്ന ആൾ രാഘവൻ നായർ. അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മരിച്ചുപോയി. കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാണ് കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. അവർക്ക് തലയ്ക്ക് നല്ല പരിക്കുമുണ്ട്. ഇപ്പോൾ ICUവിലാണ്. ജാനകിയമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് ഊർന്നു വീണു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തളർച്ചയോടെ അവൾ മുന്നിലിരിക്കുന്ന മീരയെ നോക്കി. സ്വന്തം അച്ഛൻ്റെ മരണം, അമ്മ മരണത്തോട് മല്ലിടുന്നു എന്ന സത്യം അതറിയാതെ തൻ്റെ കാലുകൾ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന മകളെ നോക്കി ജാനകിയമ്മ വിങ്ങിപ്പൊട്ടി. മീരെ! ജാനകിയമ്മ വിളിയിൽ വല്ലാത്തൊരു വിലാപമുണ്ടായിരുന്നു. എന്താ അമ്മേ? ആരാ വിളിച്ചേ? അച്ഛനും അമ്മയും വിളിച്ചോ? മീരയുടെ ചോദ്യം കേട്ട് ജാനകിക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ജാനകിയമ്മയുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തൊണ്ടയിലെന്തോ തടയുന്നത് പോലെ അവൾക്ക് തോന്നി. മീരയുടെ മുഖത്തെ ആ വിറയിൽ അവരുടെ ഉള്ളം പൊള്ളിച്ചു. മോളെ മീരെ! ജാനകിയമ്മ വിറക്കുന്ന കൈകളാൽ മീരയുടെ ചുമലിൽ പിടിച്ചു. നിന്റെ അമ്മയും അച്ഛനും അവർക്ക്. അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി അവർക്ക്? മീരയുടെ ശബ്ദം ഇടറി. അവളുടെ കണ്ണുകൾ ഭയം നീലിച്ചു. മീരയ്ക്ക് സ്വന്തമായൊരു ഫോൺ വാങ്ങി നൽകാൻ രുദ്രൻ ഇതുവരെ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ അവളെപ്പോഴും ജാനകിയമ്മയുടെ ഫോണിനായിരുന്നു ആശ്രയിച്ചിരുന്നതും. അവർ അച്ഛനെ ഇന്ന് പതിവ് ചെക്കപ്പിന് കൊണ്ടുപോയതായിരുന്നു മോളെ. വഴിയിൽ വെച്ച് ഒരു കാർ വന്ന് അവരുടെ ഓട്ടോയിലിടിച്ചു. ജാനകിയമ്മ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. എൻ്റെ ഈശ്വര! എന്നിട്ട് അമ്മയ്ക്കും അച്ഛനും എങ്ങനെയുണ്ട്? മീര നെഞ്ചിൽ കൈ വെച്ച് ചോദിച്ചു. ഇപ്പോൾ അവർ നമ്മുടെ ജീവാംശം ഹോസ്പിറ്റലിലാണ്. മോളുടെ അച്ഛൻ? ജാനകിയമ്മ ഒന്ന് നിർത്തി. അവർക്ക് എങ്ങനെ ഇത് താങ്ങാൻ കഴിയുമെന്ന് ആദ്യം അവരുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛന് എന്തു പറ്റി? അമ്മേ പറ, അച്ഛന് എന്തു പറ്റി? അവൾ നിറകണ്ണുകളോടെ അവരെ പിടിച്ചു കുലുക്കി. അച്ഛൻ നമ്മളെ വിട്ടുപോയി മോളെ. ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെ മീരയുടെ കാതുകളിൽ പതിച്ചു. ഒരു നിമിഷം ലോകം മുഴുവൻ നിശ്ചയമായതുപോലെ തോന്നി അവൾക്ക്. അച്ഛാ! ഒരു ദീന വിലാപത്തോടെ അവൾ ജാനകിയമ്മയുടെ മാറിലേക്ക് തളർന്നു വീണു. അവരുടെ നിലവിളി ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു. ജാനകിയമ്മ അവളെ മുറുകെ പിടിച്ചു. കരയല്ല മോളെ, സങ്കടപ്പെടേണ്ട. എല്ലാം ഈശ്വരവിധിയായി കുട്ടി കണ്ടാൽ മതി. എൻ്റെ മോൾ ഈ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്കൊടുവിൽ ദൈവം നിനക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. തൻ്റെ നെഞ്ചിൽ കിടന്ന് വിതമ്പുന്ന ആ പെൺകുട്ടിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ജാനകിയമ്മക്കറിയില്ല. ഒരു വശത്ത് സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, മറുവശത്ത് താങ്ങാൻ കഴിയാതെ ഈ വിയോഗം. മീരയുടെ തകർന്ന ഹൃദയത്തെ ഭാരം ആ മുറിയിലാകെ നിറഞ്ഞു നിന്നു. വഴിവിളക്കുകൾ തെളിയാത്ത ആ സന്ധ്യയിൽ മീരയുടെ ജീവിതം വലിയൊരു ഇരുട്ടിലേക്ക് മറയുകയായിരുന്നു. മറുപുറത്ത് നഗരത്തിലെ വലിയൊരു ബിസിനസ് ഹാളിൽ രുദ്രൻ അപ്പോഴും തിരക്കിലാണ്. പ്രൊജക്ടറിൽ തെളിയുന്ന ഗ്രാഫുകളും കണക്കുകൾക്കുമിടയിൽ ഇരുന്നു കൊണ്ട് അവൻ വിദേശ പ്രതിനിധികളുമായി ഗൗരവമായ ചർച്ചയിലാണ്. പെട്ടെന്നാണ് ടേബിളിൽ
ഇരുന്ന് അവൻ്റെ ഫോൺ പ്രകമ്പനം കൊണ്ടത്. ഡിസ്പ്ലേയിൽ അമ്മ എന്ന തെളിയുന്നത് കണ്ടെങ്കിലും രുദ്രൻ അത് ഗൗനിച്ചില്ല. മീറ്റിംഗിൽ ശ്രദ്ധ പോകാതിരിക്കാൻ അവൻ ഫോൺ സൈലന്റ് മോഡിലേക്ക് വെച്ചു. രണ്ടാമതും ഫോൺ മിന്നിയപ്പോൾ അവൻ്റെ നെറ്റിയിൽ ചെറിയൊരു ചുളിവ് വീണു. എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാമെന്നു കരുതി അവൻ വീണ്ടും ചർച്ചയിലേക്ക് മുഴുകി. പക്ഷെ മൂന്നാമതും ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു തരിപ്പ് കയറി. കാരണമില്ലാതെ അമ്മ ഇങ്ങനെ തുടർച്ചയായി വിളിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. എക്സ്ക്യൂസ് മീ. അവൻ മീറ്റിംഗിൽ നിന്ന് എഴുന്നേറ്റ് മാറി ഫോൺ എടുത്തു. ഹലോ അമ്മേ, ഞാനൊരു വലിയ മീറ്റിംഗിലാണ്. അറിയില്ല അമ്മയ്ക്ക് എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വിളിക്കുന്നേ? അവൻ ശബ്ദത്തിൽ ചെറിയൊരു അസ്വസ്ഥത കലർത്തിക്കൊണ്ട് പറഞ്ഞു. രുദ്ര, മോള്. മീരയുടെ അച്ഛനും അമ്മയും ജാനകിയമ്മയുടെ കരച്ചിൽ കറന്ന ശബ്ദം കേട്ടതും രുദ്രൻ്റെ ഭാവം മാറി. എന്തു പറ്റിയമ്മേ? കാര്യം പറ, അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ജാനകിയമ്മ വിറക്കുന്ന ശബ്ദത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. രാഘവൻ നായരുടെ മരണം, മീനാക്ഷിയുടെ ഗുരുതരാവസ്ഥ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ രുദ്രൻ ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി. അവൻ്റെ കണ്ണുകൾ മുന്നിൽ മീരയുടെ കരയുന്ന മുഖം തെളിഞ്ഞു വന്നു. അവൻ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കി. ഹാളിൽ എല്ലാവരും അവനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. മാനേജർ, പ്ലീസ് ടേക്ക് ഓവർ. ഐ ഹാവ് ആൻ എമർജൻസി. ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവരുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ രുദ്രൻ തൻ്റെ ഫയലുകൾ വാരിയെടുത്ത് കമ്പനിയുടെ പുറത്തേക്കോടി. ലിഫ്റ്റിനായി കാത്തു നിൽക്കാതെ അവൻ കോവണിപ്പടികളിറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. മീര, അവൾ ഇതൊക്കെ എങ്ങനെ താങ്ങും? അവളുടെ അച്ഛൻ, എപ്പോഴും ആ പെൺകുട്ടിയുടെ ഏക ആശ്വാസമായിരുന്ന ആ മനുഷ്യൻ ഇനിയില്ല. അവൻ ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി കാർ ജീവാംശം എന്ന ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. ശ്യാമിൻ്റെ കാർ ഹോസ്പിറ്റൽ പോർച്ചിൽ വന്നു നിന്നതും മീര ഒരു ഭ്രാന്തിയെപ്പോലെ പുറത്തേക്ക് പാഞ്ഞു. അവളുടെ ഉള്ളിൽ അച്ഛൻ്റെ ചേതനയേറ്റ മുഖവും ഐസിയുടെ അമ്മയുടെ രൂപവും മാറി മാറി തെളിഞ്ഞു വന്നു. ഡോക്ടർ, ഡോക്ടർ, എൻ്റെ അമ്മ. ഓടിക്കിതച്ചുകൊണ്ട് ഡോക്ടറുടെ മുന്നിലേക്ക് കയറിയവൾ കൈകൾ കൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു തരണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എൻ്റെ അമ്മയെങ്കിലും. ഡോക്ടർ അവളെ ദയനീയമായി നോക്കി. മീര, ശാന്തയാകൂ നീ. അമ്മയുടെ നില അതീവ ഗുരുതരമാണ്. തലക്കേറ്റ പരിക്ക് മാറ്റാൻ അടിയന്തര ശസ്ത്രക്രിയ വേണം. ചുരുങ്ങിയത് 40 ലക്ഷമെങ്കിലും വേണ്ടിവരും. 40 ലക്ഷം? മീര തകർന്നു പോയി. പണമില്ലാത്തതിൻ്റെ പേരിൽ തൻ്റെ അമ്മയും കൂടി നഷ്ടപ്പെടുമോ? ആ സമയം പുറകിൽ രുദ്രമെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. എൻ്റെ അച്ഛൻ. അച്ഛൻ എവിടെയാണ് ഡോക്ടർ? അവൾ വിങ്ങലോടെ ഡോക്ടറോടായി ചോദിച്ചു. അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകാം. മോർച്ചറിക്ക് മുന്നിലെ ആ തണുത്ത തറയിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന തൻ്റെ അച്ഛനെ കണ്ടത് മീര അലമുറയിട്ട് കരഞ്ഞുപോയി. അച്ഛ, കണ്ണു തുറക്കച്ച. ഇനി എനിക്ക് ആരുമില്ല അച്ഛ. അച്ഛനും കൂടി പോയാൽ ഈ മീര എങ്ങോട്ട് പോകും? ചേച്ചി പോയി. ഇപ്പോൾ അച്ഛനും. എന്തിനാ എന്നെ ഒറ്റക്കാക്കിയത്? അവളുടെ വിലാപം അവളുടെ നായികയെ നൊമ്പരപ്പെടുത്തി. തൻ്റെ ചേച്ചി ചെയ്ത ചതിക്ക് അച്ഛനും അമ്മയും ഇത്ര വലിയ വില നൽകേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അപ്പോഴാണ് രുദ്രൻ അവളുടെ മുന്നിലേക്ക് ഒരു വെള്ളക്കടലാസ് നീട്ടിയത്. ഇതിലൊപ്പിടും മീര. അവൻ്റെ ശബ്ദത്തിൽ പരുക്കൻ ഭാവമുണ്ട്. നിന്റെ അമ്മയും അച്ഛനും ചികിത്സക്കുള്ള പണം മുഴുവൻ ഞാൻ അടച്ചിട്ടുണ്ട്. ഈ കടലാസിൽ നീ ഒപ്പിട്ടാൽ മതി. അതിലൊന്ന് നോക്കാൻ പോലും അവൾ നിന്നില്ല. തൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കടലാസിൽ എന്താണെന്ന് എഴുതിയതുപോലും നോക്കാതെ അവൾ ഒപ്പിട്ടു നൽകി. രുദ്രൻ്റെ കണ്ണുകളുടെ ആ നിഗൂഢമായ ഭയം അപ്പോഴും അവൾ കണ്ടില്ല. മീരയുടെ അച്ഛൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി രുദ്രൻ മീരയുടെ കൈ പിടിച്ച് ബലമായി അവളെയും കയറ്റിയതിൽ അവനും ഇരുന്നു. ആംബുലൻസിൻ്റെ സൈറൻ ശബ്ദം ചെമ്പകശ്ശേരി മനയുടെ മുറ്റത്ത് വന്നു നിലച്ചു. വെള്ള പുതപ്പിച്ച അച്ഛൻ്റെ ശരീരം വാതിലിലൂടെ അകത്തെ ഹാളിലേക്ക് കിടത്തുമ്പോൾ മീരയുടെ ലോകം അവിടുത്തെ കരിങ്കൽ തറയേക്കാൾ തണുത്തുറഞ്ഞു പോയിരുന്നു. ചുറ്റും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മന്ത്രോച്ചാരണങ്ങൾ. നിലവിളക്കിൻ്റെ തരിനാളം അച്ഛൻ്റെ നിശ്ചലമായ മുഖത്ത് തട്ടി വിറക്കുന്നുണ്ടായിരുന്നു. മോളെ, അച്ഛനെ ഒന്ന് കുളിപ്പിക്കണം, ആരോ വിളിച്ചു പറഞ്ഞു. തുളസി തീർത്ഥം തളിച്ച് അച്ഛൻ്റെ ശരീരം ശുദ്ധിയാക്കി പുതിയ കോടി വസ്ത്രം പുതപ്പിച്ചു. വിറക്കുന്ന കൈകളാൽ മീര അച്ഛൻ്റെ വായിൽ അരിയും പൂവും ഇട്ടു. ബലിച്ചോറ് നൽകുന്നതിൽ അവസാനമായി അച്ഛന് നിൽക്കുന്ന ഒരു പിടി അരിയിൽ അവളുടെ കണ്ണുനീർ കലർന്നു. പിന്നീട് രുദ്രനും ശ്യാമും ചേർന്ന് അച്ഛനെ തെക്കേ പറമ്പിലെ മാവിൻ തൊടിയിൽ കൊണ്ട് ഒരുക്കിയ ചിതയിലേക്ക് എടുത്തു വെച്ചു. മൺകുടത്തിൽ വെള്ളമെടുത്ത് അച്ഛൻ്റെ ചിതയ്ക്ക് ചുറ്റും വലം വെച്ചു. ആചാരപ്രകാരം കുടം ഉടച്ച് ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ
മീരയുടെ ഹൃദയം അലമുറയിടുകയായിരുന്നു. അച്ഛാ,